ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച അബുദാബിയിൽ 2 പേർ കൊല്ലപ്പെട്ടു. മിസൈൽ പ്രതിരോധ സംവിധാനം വിജയകരമായി മിസൈലിനെ ആകാശത്ത് വെച്ച് തകർത്തെങ്കിലും ഇതിന്റെ ചിതറിത്തെറിച്ച ഭാഗങ്ങൾ ജനവാസ മേഖലയിൽ വീഴുകയായിരുന്നു. മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും നിർദ്ദേശം നൽകി. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെ UAE പ്രതിരോധ സേന തടയുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തകർന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് അബുദാബിയിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അബുദാബിയിലെ സൈഹാൻ സ്ട്രീറ്റിലാണ് അപകടമുണ്ടായതെന്ന് അബുദാബി മീഡിയ ഓഫീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസൈൽ പ്രതിരോധ സംവിധാനം വിജയകരമായി മിസൈലിനെ ആകാശത്ത് വെച്ച് തകർത്തെങ്കിലും ഇതിന്റെ ചിതറിത്തിരച്ച ഭാഗങ്ങൾ ജനവാസ മേഖലയിൽ ചെന്ന് വീഴുകയായിരുന്നു. മരിച്ചവരുടെ വിവരങ്ങൾ അധികൃതർ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഏതാനും വാഹനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നുമാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഇന്ന് പുലർച്ചെ മുതൽ ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ഭീഷണികൾക്കെതിരെ UAE വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമായി തിരിച്ചടിയാണ് നൽകുന്നത്. അതേസമയം തന്നെ ഇതുകൂടാതെ ആക്രമണങ്ങളിൽ ഇതുവരെ 2 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അതോടൊപ്പം ഇന്ത്യക്കാരുൾപ്പെടെ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പലസ്തീൻ സ്വദേശികളായ 6 സിവിലിയന്മാരെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വദേശികളും വിദേശികളുമായി 3 പേർക്കാണ് ഇതുവരെയും പരിക്കേറ്റത്. ഏത് വെല്ലുവിളിയെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും UAE പ്രതിരോധ മന്ത്രാലയവും ആവർത്തിക്കുന്നുമുണ്ട്. സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം സ്വീകരിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.